നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഏതോ ഒരു വീഡിയോയിൽ നമ്മളൊരു കൂട്ടുകാരി ചോദിച്ചിരുന്നു, "ഇതപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കാറില്ലേ?" എന്നിട്ടോ. നമ്മളെപ്പോഴും ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് തന്നെയുണ്ടോ കുക്ക് ചെയ്യാറ്? പക്ഷേ ഇടക്കാലം വെച്ചിട്ട് ഗ്ലൗസ് ഒന്ന് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതൊന്ന് ഓർഡർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു സമയം, ആ സമയത്ത് ഞാൻ ഗ്ലൗസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വൈകുന്നേരം സമയത്തേ കുറച്ച് ആലു പറാത്ത ഉണ്ടാക്കാമെന്ന് വിചാരിക്കണം. ഇന്ന് എനിക്ക് ഒട്ടും വയ്യാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് സായക്കുട്ടനെ സ്കൂളിൽ പറഞ്ഞയച്ചു. പിന്നെ ഉച്ചയ്ക്ക് അവനക്ക് എന്തായാലും സ്കൂളിൽ നിന്നായിരിക്കും ചോറ്. അപ്പോൾ വൈകുന്നേരം പിന്നെ എനിക്ക് കുറച്ച് ഇപ്പോൾ ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. അപ്പോൾ നേരിട്ട് ആലു പറാത്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അതുണ്ടാക്കുകയും ചെയ്യാം. ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ മാവ് ഉണ്ടാക്കിയിട്ടേ ഈ ഗോതമ്പ് പൊടി പരത്തിയിട്ട് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഈ ആലുവിൻ്റെ മസാല അതിൻ്റെ നടുവിൽ വെക്കാറാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം ഞാനത് ബൗളിൻ്റെ ഉള്ളിൽ മസാല വെച്ചിട്ട് പരത്താൻ വേണ്ടി പഠിച്ചു കേട്ടോ. എൻ്റെ നിജി മറ്റേ ഇങ്ങനെ ആലു പറാത്ത ഉണ്ടാക്കുമ്പോൾ ഇതിങ്ങനെ ചെയ്യണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് എനിക്കത് പരത്തി വെക്കാൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ആലു പറാത്ത ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മൾ സായ്ക്കുട്ടിയും വന്നിട്ടുണ്ട്. ഇവന് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന ഒരു ഫീലാണ് കേട്ടോ. ഭയങ്കരമായിട്ടുള്ളൊരു ഏകാന്തതയെ കാര്യം. അപ്പോൾ പിന്നെ അവന് സ്കൂൾ വിട്ട് വരുമ്പോഴാണ് പിന്നെ ഒരു ശ്വാസം വീണ പോലെ തോന്നുക കേട്ടോ. ഞാനിന്ന് ഈ ആലു പറാത്തൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ചീസിൻ്റെ ഒരു ലെയറും കൂടിയും വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല ക്രീമി ആയിട്ടുള്ള ആലു പറാത്തയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് സായക്കുട്ടി വരുമ്പോഴാണ് പിന്നെ എല്ലാ ജോലി ചെയ്യാനുള്ള ഒരു ഉഷാറ് വരും കേട്ടോ. ഒന്നാമത് ഈ പീരീഡ്സും കൂടി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആകെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഞാനത് അവൻ എന്ത് തിരക്കാണെന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂർ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയും. പിന്നെ അവന് പഠിക്കാൻ പോകും. അപ്പം ഞാൻ പിന്നെ ഫോണൊക്കെ കണ്ടിരിക്കും. എന്താണെന്നറിയില്ല, ഈ നമ്മൾ ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഒരു മൂഡ് സ്വിങ് വരാനുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഒരു ഭയങ്കര സങ്കടവും ദേഷ്യവും നിരാശയും എന്തൊക്കെ പാടെ വരികയെന്നുള്ളത് അറിയില്ല. അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒന്ന് കരുതി വെക്കും. എനിക്ക് ഏകദേശം അറിയാൻ പറ്റും പീരീഡ്സ് ആവാനായിരുന്നു. അപ്പോൾ പിന്നെ സ്വീറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മുഖത്ത് ആകെ കുരുക്കളും. അതൊക്കെ അങ്ങനെ മൊത്തത്തിൽ ഓരോ പ്രശ്നങ്ങളാണ്. നമ്മൾ പീരീഡ്സ് ആയിട്ട് ഇരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ വയറുവേദന അങ്ങനത്തെ അസ്വസ്ഥത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉലുവൻ്റെ വെള്ളം കുടിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഹോട്ട് ബാഗ് വയറിൻ്റെ മുകളിൽ വെക്കുക. അപ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ. പിന്നെ നമ്മൾ ഇങ്ങനെ പീരീഡ്സ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ സാനിറ്ററി പാഡ് ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചൂട്, ഇറിറ്റേഷൻ, പിന്നെ ചിലർക്ക് അലർജി പ്രശ്നങ്ങളും ഉണ്ടാവും കേട്ടോ. അതൊന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പാഡ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാണ് എവർടീൻ സ്കിൻ തിൻ അൾട്രാ തിൻ സാനിറ്ററി പാഡ്സ് വിത്ത് മുരിങ്ങ ആൻഡ് അലോവേര. ഇപ്രാവശ്യം എവർടീൻ നമുക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നല്ല തിന്നായിട്ടുള്ള സാനിറ്ററി പാഡാണ് കേട്ടോ. ഈ ഒരു ഒറ്റ പാക്കറ്റിൽ 40 XL പാഡുകളാണുള്ളത്. ഈ ഒരു പാഡിലെ കറ്റർവാഴയുടെയും മുരിങ്ങയുടെയും എക്സ്ട്രാക്റ്റ് അടങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇത് നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിന് പോലും പേടിക്കാണ്ട് ഉപയോഗിക്കാം കേട്ടോ. കൂടാതെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡുമാണ്. ഇത് ഹൈ ബ്രീത്തബിൾ ടെക്നോളജി ഉപയോഗിച്ചുണ്ടാക്കിയ കാരണം കൊണ്ട് തന്നെ നമുക്കൊരു എയർ സർക്കുലേഷൻ ഉണ്ടാവാനും നമ്മുടെ സ്കിന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ആക്കും കേട്ടോ. ഈ പാഡ് ഭയങ്കര തിന്നായ കാരണം കൊണ്ട് തന്നെ നമുക്കൊരു പാഡ് വെച്ചിരിക്കുന്ന ഒരു ബൾക്കിനെസ്സോ ഒരു സഫക്കേഷനോ അല്ലെങ്കിൽ നമുക്കൊരു ഡയപ്പർ വെച്ചിരിക്കുന്ന ഒരു ഫീലോ അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല കേട്ടോ. പിന്നെ ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റും ബ്രീത്തബിളും ആയ കാരണം കൊണ്ട് തന്നെ നമുക്കൊരു ചൊറിച്ചൽ, അസ്വസ്ഥത അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഈ പാഡ് തിന്നായ കാരണം കൊണ്ട് ഇനി ലീക്കേജിൻ്റെ പ്രോബ്ലം ഉണ്ടാവുമോ ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലോ ഉള്ള ആൾക്കാർക്ക് ഇത് 3x ഫാസ്റ്ററായിട്ട് അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസം മുഴുവൻ ഡ്രൈ ആയിട്ടിരിക്കാനും നമുക്ക് പീരീഡ്സ് ഉണ്ട് എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലാതിരിക്കാനും ഈ പാഡ് നമ്മൾ വളരെയധികം ഹെൽപ്പ് ആക്കും. ഇനി ഇത്രയൊക്കെ ഗുണങ്ങൾ ഈ പാഡിനുണ്ടെന്ന് പറയുമ്പോൾ ഇതിന് ഭയങ്കര വില കൂടുതലാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇതിന് 40 XL പാഡ്സിന് 329 രൂപയുള്ളൂ. നമുക്ക് ഒരുവിധം എല്ലാ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് ഞാനേ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുവാഷ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഗുവാഷ അങ്ങനെ തന്നെയല്ലേ പറയാം എന്ന് തോന്നുന്നു. ഇനി യൂട്യൂബിൽ നോക്കിയിട്ട് വേണം അതെങ്ങനെ കറക്റ്റായിട്ട് പ്രയോഗിക്കുക എന്നറിയാൻ. ഇപ്പം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അതിൻ്റെ ഞാനേ നമ്മൾ സ്കൂട്ടി ഡെലിവറി ചെയ്യാൻ പോയ വീഡിയോ ഉണ്ടായിരുന്നു. എന്നാൽ അത് നിങ്ങൾ കണ്ടിട്ട് വരുമോ? നമ്മൾ സ്കൂട്ടി ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സ്കൂട്ടി കയ്യിൽ കിട്ടാൻ. അപ്പോൾ ഇന്നവർ ഷോറൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ കുറേ ദിവസമായിരുന്നു മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് കേട്ടോ. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് താഴെ കുട്ടികളെയും മറ്റും കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം. അപ്പോൾ ഞാനും എൻ്റെ സായിക്കുട്ടിയും കൂടിയാണ് സ്കൂട്ടി എടുക്കാൻ വേണ്ടി പോകുന്നത്. എടുക്കാൻ വേണ്ടി പോവുകയെന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് വരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഷോറൂമിലേക്ക് എത്തിയപ്പോൾ നമ്മൾ നല്ല റെഡ് കവറൊക്കെ ഇട്ടിട്ട് സ്കൂട്ടി നല്ല പുതപ്പിച്ചിട്ട് ഇരുന്നിരുന്നു. എന്നിട്ട് അവരെന്നോടേ ഈ തുണി ഇങ്ങനെ എടുത്ത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ എങ്ങനെയൊക്കെയോ സ്കൂട്ടിൻ്റെ കവറൊന്ന് അഴിച്ച് വെച്ചിട്ടുണ്ട്.
ഓടിക്കാൻ എന്തായാലും എനിക്കറിയില്ല. സ്റ്റാർട്ടിങ് ശരിക്കും എടാ ഞാൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞ് പോകില്ലല്ലോ. അപ്പോൾ നമ്മൾ സ്കൂട്ടി എടുത്തിട്ട് വീട്ടിൽ കൊടുന്ന് തന്നിട്ടുണ്ട് കേട്ടോ അവർ. ഇനി ഇത് നേരെ കൊച്ചിക്ക് ഇന്നുമോളത്തേക്ക് എത്തിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മൾ സ്കൂട്ടി വാങ്ങിച്ച വിശേഷങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഇനി ഞാൻ മേലേക്ക് ഇട്ട് കിടന്നുറങ്ങാൻ പോട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ എവർടീൻ സ്കിൻ തിൻ അൾട്രാ തിൻ സാനിറ്ററി പാഡ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ കൂടാതെ ഞാൻ അവിടെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി നോക്കൂ. നമുക്ക് ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക്, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഇത് ഭയങ്കര തിന്നായ കാരണം കൊണ്ട് നമ്മൾ ഈ ഒരു സാനിറ്ററി പാഡ് വെച്ച ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.